നിങ്ങൾ മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളോട് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുണ്ട്. പിന്നെ നിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ചൊരു വിദ്യാർത്ഥി വരണം എന്നെന്തുകൊണ്ടാണ് പറയുക? അത് ഞാൻ പറയുന്നത് 4 റീസൺസ് ഉണ്ട്. അതിന് നമുക്ക് മാപ്പാർ എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചിട്ട് പറയാം. മാപ്പാർ അതിന് കോഡ് ഉണ്ട്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ്. സ്പീക്ക് ഈസിയെ പോലെ ഇത്രയും പവർഫുൾ മെത്തേഡ് വേറെ എവിടെ ഒരാൾക്ക് കാണാൻ പറ്റില്ല. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പീക്ക് ഈസി ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഈ വാട്സപ്പിലൂടെ ഓഡിയോ ക്ലാസ് അയച്ചു കൊടുക്കുന്ന സിസ്റ്റമിൽ നമുക്ക് നല്ലൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്പ് ഉണ്ട്. അതിലൂടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവർക്ക് കിട്ടും. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ കൂടെ അവർക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. ഈ ട്രെയിനറാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, അവരുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തുന്നത്. ഒരു ഫ്രണ്ടിനെ പോലെ കൂടെ ഒരു ട്രെയിനർ ഉണ്ടായിരിക്കും. ഇതാണ് മാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കേഴ്സിൻ്റെ കോഴ്സിൽ പങ്കെടുത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, ആർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓർ റീഫണ്ട്, എന്തെങ്കിലും ഒന്ന് തീരുമാനമാവും. ഒന്നുകിൽ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് റീഫണ്ടും ആകും. അതുകൊണ്ട് ഈ മാപ്പ് ആർ ആണ് സ്പീക്കേഴ്സിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട